സ്റ്റേഷനിൽ വെച്ച് മർദ്ദനമേറ്റതിന്റെ ക്രൂരത വിവരിച്ച ഷൈമോൾ സ്റ്റേഷനിൽ താൻ അതിക്രമം കാണിച്ചിട്ടില്ല. ഭർത്താവിനെ കാണാൻ കുഞ്ഞുങ്ങളുമായി ചെന്ന് തന്നെ ആദ്യം നെഞ്ചിൽ പിടിച്ചു തള്ളി. ഇത് ചോദിച്ചപ്പോൾ മുഖത്തടിച്ചു. പോലീസിന്റെ അടിയേറ്റതിന് പിന്നാലെ ഗർഭിണിയായിരുന്ന തനിക്ക് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി. സ്റ്റേഷനിലുണ്ടായ എല്ലാ സംഭവങ്ങൾക്കും തെളിവുണ്ടെന്നും കോടതിയിൽ ഇത് ഹാജരാക്കുമെന്നും ഷൈമോൾ മീഡിയ വണ്ണിനോട് പറഞ്ഞു. സംഭവത്തിൽ SHOയെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്തു. 5 ദിവസം പിടിച്ച് ഒരു തെറ്റ് ചെയ്യാണ്ട് ഹസ്ബൻഡിനെ പിടിച്ച് ജയിലിലിടുക, ഈ 2 കുഞ്ഞുങ്ങളെ വെച്ച് വയറ്റിലൊരു കുഞ്ഞിനെ വെച്ച് ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിലവിളിച്ച് നടന്നു. ഞാനവിടെ തോക്കും കത്തിയായിട്ടൊന്നും അല്ല പോയത്, പൊടി കുഞ്ഞുങ്ങളുമായിട്ടാണ് കയറി ചെല്ലുന്നത്. ആകെ അക്രമ സൃഷ്ടി എന്ന് പറയാനായിട്ട് ഞാൻ നിലവിളിച്ച് ഉറക്കെ കരഞ്ഞിട്ടുണ്ട്. എന്നെ നെഞ്ചത്ത് പിടിച്ച് അന്നേരം തള്ളി, നാടകം കളിക്കാതെ ഇറങ്ങിപ്പോടിയെന്ന് പറഞ്ഞ് ആ വയറിലൊക്കെ പിടിച്ച് തള്ളുന്നുണ്ട്, നെഞ്ചത്ത് പിടിച്ച് തള്ളുന്നുണ്ട്, മുടിക്കുത്തിന് പിടിച്ച് വലിക്കുന്നുണ്ട്, മുഖത്ത് അടിക്കുന്നുണ്ട്. അതിൻ്റെ ബുദ്ധിമുട്ടുകളും ആ സമയത്ത് തന്നെ എനിക്ക് വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സമയമാണ്. നല്ല ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. 3 മാസം പ്രഗ്നൻ്റ് കൂടെയാണല്ലോ. ബാക്കിയെല്ലാം തെളിവായിട്ടുണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ അവിടെ ചെന്നിട്ട് തിരിച്ചു പോരുന്നോളം വരെയുള്ള പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. അത് ഇന്ന് ഞാൻ കോടതിയിൽ ഹാജരാക്കും. നിതിൻ സേവ്യറും ഇസത്ത് സുൽഫിക്കറുമാണ് ചേരുന്നത്. ആദ്യം നിതിൻ സേവ്യറിലേക്ക്. നിതിൻ, ഇവർ വളരെ വിശദമായി ഇന്ന് മീഡിയ വണ്ണിനോട് സംസാരിച്ചു. അതായത് ഇന്നലെ ഈ CI സംസാരിച്ചതിന് ശേഷമാണല്ലോ ഇവർ ഇന്ന് രാവിലെ സംസാരിക്കുന്നത്. CI പറഞ്ഞിരുന്നത് ഈ സ്ത്രീ ആ സ്റ്റേഷനിലെത്തി വലിയ അതിക്രമം കാണിച്ചു, അത് തടയുമ്പോഴുണ്ടായ സ്വാഭാവിക പ്രതികരണം മാത്രമാണ് തന്റെ ഭാഗത്ത് ഉണ്ടായത് എന്നുള്ളതാണ്. ഇതിനെ അവർ എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യുന്നത്? അതായത് ഒരു സ്ത്രീയെ മർദ്ദിച്ച ശേഷവും ഗർഭിണിയായ സ്ത്രീയെ മർദ്ദിച്ച ശേഷവും അതിനെ ന്യായീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളെ വിളിച്ചു വരുത്തിയ ഒരു പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം ഈ പ്രതാപചന്ദ്രൻ നടത്തിയത്. നിലവിൽ അരൂർ സ്റ്റേഷനിലെ SHO ആണ് പ്രതാപചന്ദ്രനെ പുള്ളി നടത്തിയത്. അപ്പോൾ അതിൽ അയാൾ പറഞ്ഞിരുന്നത് സ്ത്രീ ഈ ഷൈമോൾ സ്റ്റേഷനിലേക്ക് എത്തുന്നു, പിന്നീട് കുട്ടികളെ വലിച്ചെറിയാൻ ശ്രമിക്കുന്നു, സ്റ്റേഷനിൽ അതിക്രമം നടത്തുന്നു, ഒപ്പം ഇയാൾക്കെതിരെ ബെഞ്ചോയ്ക്കെതിരെ നിരവധി കുറ്റങ്ങളുണ്ട്, ക്രിമിനൽ കുറ്റകൃത്യങ്ങളും നിരവധി കേസുകളുണ്ടെന്നൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം ഈ പ്രതാപചന്ദ്രൻ പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഇത് ഒരു ഡിഫെൻഡ് ചെയ്യാനായിട്ടൊരു CCTV ദൃശ്യവും കഴിഞ്ഞ ദിവസം പ്രതാപചന്ദ്രൻ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങളെന്നാണ് ഇവർ പറയുന്നത്. അതായത് ഇയാൾക്കെതിരെ 2 കേസുകളാണ് നേരത്തെ ഉള്ളത്. അത് ഒന്ന് കൊറോണ സമയത്ത് പുറത്തിറങ്ങി നടന്ന് ഇത്തരത്തിൽ കൊറോണ പരത്താൻ ശ്രമിച്ചു എന്ന തരത്തിലൊരു കേസ് എടുത്തിട്ടുണ്ട്. ഒപ്പം ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീ പിടിച്ചപ്പോൾ ഇവരുടെ ടൂറിസ്റ്റ് ഹോമിലെ മാലിന്യം അത് നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റാതെ വന്നതോടെ അവരുടെ തന്നെ കാർ ഷെഡിൽ അത് സൂക്ഷിച്ചതിന്റെ പേരിലും ഒരു കേസ് ഇയാൾക്കെതിരെ എടുത്തിട്ടുണ്ട്. മറ്റ് ക്രിമിനൽ കേസുകളൊന്നും തന്റെ പേരിലില്ല എന്നാണ് ബെഞ്ചോ പറയുന്നത്. അപ്പോൾ ഏതായാലും ഇയാൾ കഴിഞ്ഞ ദിവസം നടത്തിയ വാദങ്ങളെ തന്നെ കുട്ടിയെ എറിഞ്ഞു കൊല്ലാനും ശ്രമിച്ചില്ല. ആ CCTV ഇയാൾ തന്നെ ഈ പ്രതാപചന്ദ്രൻ തന്നെ പുറത്തുവിട്ട CCTV ദൃശ്യങ്ങളിലും ഈ കുട്ടികളെ അങ്ങനെ വലിച്ചെറിയുന്ന ദൃശ്യങ്ങളൊന്നും അതിൽ കാണുന്നില്ല. അതൊക്കെ ഒരുപക്ഷെ അദ്ദേഹം ഡിഫെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. ഏതായാലും വലിയ ക്രൂരത ചെയ്ത് അത് ന്യായീകരിച്ച് നിൽക്കാനുള്ള ശ്രമമാണ് പ്രതാപചന്ദ്രൻ നടത്തിയിരിക്കുന്നത്. അതായത് അയാളെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് തൽക്കാലം മുഖം രക്ഷിക്കാൻ സർക്കാരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ ഇതുപോലെ കഴിഞ്ഞ മാസവുമൊക്കെ നമ്മൾ കണ്ടതാണ്. പീച്ചിയിലും കുന്നംകുളത്തും ഒക്കെ എന്താണ് സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. അവിടെയുമൊക്കെ ഇത്തരത്തിൽ അതിക്രമം നടത്തിയ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു, പിന്നീട് അവരെ കുറച്ച് കഴിയുമ്പോൾ സർവീസിലേക്ക് തിരിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ അതൊരു പുതുമയുള്ള നടപടിയിലേക്ക് സർക്കാർ പോകുന്നുണ്ടോ? നിലവിൽ ഇയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ പോലീസ് IG ദക്ഷിണ മേഖല IG ഇയാളെ സസ്പെൻഡ് ചെയ്തുള്ള ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. മുഖ്യമന്ത്രി ഇതിൽ അടിയന്തരമായി ഇടപെട്ടു എന്നത് നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രി അടിയന്തരമായി ഇതിൽ ഇടപെടുകയായിരുന്നു. പിന്നീട് DGP ADGP H വെങ്കടേഷിനെ ഇതിലൊരു അന്വേഷണം നടത്താൻ ഉത്തരവിടുകയും ചെയ്തു. പരാതി ഉണ്ടായിരുന്നല്ലോ, ആ പരാതിയിൽ എന്തെങ്കിലും അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നോ? ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം മാത്രം നടപടി എന്ന നിലയിലേക്കാണോ കാര്യങ്ങൾ പോയത്? അതായത് 1.5 വർഷം മുൻപാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് തന്നെ ഈ സംഭവം നടന്ന ശേഷം ഇവർ 5 ദിവസം ബെഞ്ചോ ഈ സ്റ്റേഷനിൽ അതിക്രമം കാണിച്ചു എന്ന പേരിൽ ബെഞ്ചോ 5 ദിവസം ജയിലിലായിരുന്നു. ഇവർക്കെതിരെയും ഷൈമോൾക്കെതിരെയും പോലീസ് കേസ് എടുത്തിരുന്നു. പിന്നീട് ബെഞ്ചോ കൂടി പുറത്തിറങ്ങിയ ശേഷമാണ് ബെഞ്ചോ ഇക്കാര്യങ്ങളൊക്കെ അറിയുന്നത്, വ്യക്തമായി മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇവർ കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു, DGPക്ക് പരാതി മെയിൽ ചെയ്തിരുന്നു, വനിതാ കമ്മീഷന് പരാതി നൽകിയിരുന്നു, മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിരുന്നു. പക്ഷേ ഈ പരാതികളിലൊന്നും അവർക്കൊരു കൃത്യമായ മറുപടിയോ നടപടിയോ നടന്നിരുന്നില്ല. പിന്നീടാണ് അവർ ഹൈക്കോടതി അടക്കം സമീപിക്കുന്നത്.
ഹൈക്കോടതിയിൽ സമീപിച്ചതിന് ഫലമായാണ് ഇപ്പോൾ ഇവർക്ക് ഈ വിവരാവകാശ നിയമം വഴി ഈ CCTV ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഇവർക്ക് ലഭിച്ചത്. ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഷൈമോൾക്കെതിരെ അനിൽകുമാർ, താങ്കൾ ഈ ദൃശ്യങ്ങളൊക്കെ കൃത്യമായി കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ പോലീസുകാരുടെ ക്രൂരത കേരളം ഒന്നാകെ കാണുകയും അല്ലാതെ വിലപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടിയിലേക്കൊക്കെ പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പരാതി നേരത്തെ പോലീസിൽ വന്നിട്ടും എന്തുകൊണ്ടാണ് നടപടി എടുക്കാതിരുന്നത്? ഇപ്പോൾ ഈ പരാതിക്കാരി തന്നെ അവർ കോടതിയെ സമീപിക്കുകയും ഈ ദൃശ്യങ്ങൾ സംഘടിപ്പിക്കുകയും ആ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ മാത്രം നടപടി എന്ന നിലയിലേക്ക് നമ്മുടെ ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വൈകിക്കുന്നത്? എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽ ഒരു കാര്യം പെട്ടുകഴിഞ്ഞാൽ ഒരു വിട്ടുവീഴ്ചയും അത്തരം തെറ്റായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരോട് ചെയ്യുന്നുണ്ടാവില്ല എന്നത് എല്ലാ കാര്യങ്ങളിലും ഉറപ്പാണ്. അത് ഈ കേസിലും സംസ്ഥാന സർക്കാർ പാലിച്ചിട്ടുണ്ട്. പൊതുവെ പോലീസിംഗ് എന്ന് പറയുന്നത് പോലീസ് സേനയെ മുൻനിർത്തിക്കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിൽ ദൈനംദിന ഇടപെടൽ രാഷ്ട്രീയ പാർട്ടികളോ ഭരിക്കുന്ന പാർട്ടിയോ ഗവൺമെന്റോ നടത്താറില്ല, നടത്താൻ പാടുള്ളതുമല്ല. ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും പ്രത്യേകമായ ഒരു രാഷ്ട്രീയ ബന്ധത്തിന്റെ ഭാഗമായി ഒരു സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥനായിട്ടും ആരും ആരോപിച്ചു കേട്ടില്ല. എന്തായാലും അന്നുണ്ടായ സംഭവങ്ങളെ കുറിച്ച് മാധ്യമങ്ങൾ തന്നെ രണ്ട് വ്യത്യസ്ത വാദങ്ങൾ ഉന്നയിക്കുന്നത് കണ്ടു. ഇത് ഒരു ഭാഗത്ത് നിൽക്കുക എന്നുള്ളതല്ല, പരാതി വന്ന അടിസ്ഥാനത്തിൽ അതിൽ പ്രാഥമികമായി കഴമ്പുണ്ട് എന്നതുകൊണ്ടാണ് സസ്പെൻഷനിലേക്ക് പോയിട്ടുള്ളത്. നിലവിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തി നടപടിയിലേക്ക് പോയിരിക്കുകയാണ്. നിലവിൽ നടപടി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇത് നടന്നത് കഴിഞ്ഞ വർഷമാണെന്ന് താങ്കൾക്കറിയാമല്ലോ. കഴിഞ്ഞ വർഷം തന്നെ ഈ സ്ത്രീ പരാതി നൽകിയിരുന്നു. ബന്ധപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളിലും പരാതി നൽകിയിരുന്നു. നേരിട്ട് മുഖ്യമന്ത്രിക്ക് പോയി പരാതി നൽകിയിട്ടില്ല എന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആഭ്യന്തര വകുപ്പിൽ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. സ്വാഭാവികമായും ഒരു പോലീസുകാരനെതിരെ ഒരു സ്ത്രീ നൽകിയ പരാതി അവിടെ പൂഴ്ത്തിവെക്കുകയും അവസാനം ആ പരാതിക്കാരിക്ക് കോടതിയെ വരെ സമീപിച്ച് ആ ദൃശ്യങ്ങൾ നേടിയെടുത്ത് അത് ആളുകളുടെ മുന്നിൽ പ്രദർശിപ്പിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ കേരളത്തിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു?